പൂജിക്കണേ. മങ്ങാത്ത ദിവ്യ പ്രകാശത്തിലാൽ വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും. കർത്താവേ ശബ്ദം കേൾക്കണമേ, അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സന്യാസ സമർപ്പണത്തിന്റെ ജീവിതത്തിൽ പാതയിലൂടെ തന്റെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ച് വ്രതത്രയങ്ങളിലൂടെ ബ്രഹ്മചര്യവും അനുസരണവും ദാരിദ്ര്യവും തന്റെ ജീവിതത്തിൽ പൂർണ്ണമായി മാനസികമായ പല ബലഹീനതകളിൽ വീണുപോയപ്പോഴും ദൈവത്തിന്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നല്ല കുമ്പസാരങ്ങൾ നടത്തിയും ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ടും വിശുദ്ധ ജീവിതം നയിക്കുവാനായി തൻ്റെ ജീവിതം കൊണ്ട് പരിപൂർണമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച സിസ്റ്റർക്കാൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ അങ്ങയുടെ തിരുമുമ്പിലായിരുന്നുകൊണ്ട് ഈ ആത്മാവ് അങ്ങയോട് പറയുന്നുണ്ട്, ഞാൻ നല്ല ഓട്ടം ഓടി എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കിയെന്ന്. ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള, ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ അത് പൂർണ്ണതയിൽ സന്തോഷത്തോടുകൂടി സ്നേഹിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ വിശ്വാസം കാത്തു സംരക്ഷിച്ചുകൊണ്ട് നല്ല ഓട്ടം പൂർത്തിയാക്കി അങ്ങയുടെ നീതിയുടെ കിരീടം സ്വീകരിക്കുവാനായിട്ട് അങ്ങയുടെ പക്കലേക്ക് നിന്ന് കടന്നു വരുന്ന സിസ്റ്ററിന്റെ ആത്മാവിനെ അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ഒരു ജീവിതം ഈ ഒരു സഭയിലായിരുന്നു കൊണ്ട് ജീവിച്ചുകൊണ്ട് ഈ സഭാ സമൂഹത്തിനും ദൈവജനത്തിനും സിസ്റ്റർ നൽകിയ എല്ലാ സേവനങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ഈ സിസ്റ്ററിനെ സഭയ്ക്ക് നൽകിയ മാതാപിതാക്കൾക്ക് കുടുംബത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. കർത്താവിനെ ഞങ്ങൾ സിസ്റ്ററുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹം സിസ്റ്ററെ ഒരിക്കൽ ഞങ്ങൾക്കും സ്വർഗത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കും കണ്ട് ചെന്ന് ഒരുമിച്ച് കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. അതിനായി സിസ്റ്ററിന്റെ എല്ലാ പാപക്കറകളും അങ്ങ് കഴുകണമേ. മാനുഷികമായ ബലഹീനതയിൽ ദൈവസ്നേഹത്തിനെതിരായി സമർപ്പണ ജീവിത വഴിയിൽ കർത്താവ് ഏതെങ്കിലും വിധത്തിലുള്ള ബലഹീനതകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈശോയുടെ കരുണയാൽ സിസ്റ്ററിന്റെ ആത്മാവിന് എല്ലാവിധ പാപങ്ങളിൽ നിന്നുള്ള മോചനം നൽകിക്കൊണ്ട് അങ്ങൊരുക്കിയിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിലേക്ക് സിസ്റ്ററിനെ സ്വീകരിക്കുവാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധ അപമാതാവിൻ്റെയും വിശുദ്ധ ഔസ്യപിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായ മധ്യസ്ഥതയാൽ കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററുടെ ആത്മാവും മനുഷ്യരും മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിൻ്റെ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുനാഥന് വേണ്ടി സ്നേഹത്തിന്റെ പാതയിലൂടെ ചരിച്ച് ഞങ്ങളെ സൃഷ്ടിക്കുകയാൽ അങ്ങയുടെ മഹോന്നതരാജ്യത്ത് പ്രവേശിച്ച് സ്വസഹോദര ഗണത്തോടൊപ്പം നിത്യഭാഗ്യം അനുഭവിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ. യേശുവിനെ രക്ഷിക്കണമേ. ദൈവമേ, ഈ ലോകം അങ്ങയുടെ പക്കലേക്ക് വിളിക്കുവാൻ തിരുളമായ അങ്ങയുടെ പ്രിയപ്പെട്ട ദാസി സിസ്റ്റർ ഹാബിയുടെ ആത്മാവിനെ സ്വീകരിക്കണമേ. ഇയാളെല്ലാ ആപത്തിൽ നിന്നും മോചിപ്പിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദവും നൽകി അനുഗ്രഹിക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർത്ത് ഉയർപ്പിന്റെ മഹിമയിൽ പങ്കാളിയാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവേ, ഇയാൾക്ക് നിത്യ വിശ്രാന്തി നൽകണമേ. ഈ സഹോദരിയുടെ ആത്മാവും മരിച്ചുമറ്റുള്ള വിശ്വാസികളുടെ ആത്മാക്കൾക്കും കർത്താവിന്റെ പാതകളാൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി. സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആ സമയം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാരുണ്യവാനും യേശുവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ
വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗവാതിൽ തുറക്കൂ, നാഥാകാരുണ്യമായി പോരുകൂ. നിൻ വിളി കേട്ടു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. മണ്ണിൽ ജീവിച്ച നാളിൽ വല്ലതും ഭീഷണം വന്നുപോയെങ്കിൽ സർവം പൊറുക്കേണേ നാഥാ, നിന്റെ കാരുണ്യമറ്റതല്ലേ. മുട്ടൂരിൻ വാതിൽ തുറക്കും എന്നു നേരായരുൾ ചെയ്ത നാഥാ, നിന്റെ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസി. കാരുണ്യവാനും ആശ്വാസദായകനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച അതേ ആശ്വാസം കൊണ്ട് തന്നെ വ്യതകൾ അനുഭവിക്കുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. പ്രിയ സഹോദരി, നീ ജ്ഞാനസ്നാന നീതിയുള്ളവയിലൂടെ പരിശുദ്ധാത്മാവിനെ പവിത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെ എല്ലാ പാപകറകളിൽ നിന്നും കഴുകി വെളിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് നിന്നെ ആനയിക്കുമാറാകട്ടെ. പ്രിയ സഹോദരരെ, സ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതയായി ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകളായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാ നീ ദീപനാളും നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകട്ടെ. കർത്താവേ, ശബ്ദം കേൾക്കണമേ, അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പാപങ്ങളെല്ലാം ഓർത്തിടുകയും പാരിടത്തിൽ ഞങ്ങൾ തൻ പാവങ്ങൾ ജാഗ്രതയിൽ ഉലകിയെ പാർത്തിരിക്കുന്നതുപോ മൽപ്രാണൻ ദൈവത്തെ പാർത്തിരിപ്പൂ. ഇസ്രായേലിനെയും പ്രത്യാശിച്ചു, ഇസ്രായേലിന്റെ രക്ഷകൻ നീയാണല്ലോ. കാരുണ്യം തൂകുന്ന പാലകനും വിശ്വം വെടിഞ്ഞോട്ട് ദൈവമേ, ശാശ്വത വിശ്രാന്തി നൽകിയേ. നിത്യമാം ശിക്ഷാ വിധിയിൽ നിന്നും മൃത്യു വരിച്ചോരെ മോചിക്കണേ. മങ്ങാത്ത ദിവ്യപ്രകാശത്തിലാ വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും. കർത്താവേ, ശബ്ദം കേൾക്കണമേ, അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങ്
ശാന്തിയും പ്രകാശം നിറഞ്ഞ സ്വർഗരാജ്യത്തെ സ്വീകരിച്ച് അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കാരുണ്യവനായ ദൈവമേ, കഴിയുന്നവർക്ക് ആശ്വാസം നൽകുന്ന അങ്ങ് അനന്തമായ സ്നേഹത്തോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിനെ ജീവന്റെ പ്രതിനിധിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖവാർത്തരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർണ്ണം കടാക്ഷണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ബന്ധത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുദ്ധാനത്താൽ ഞങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന സ്വർഗരാജ്യത്ത് അങ്ങയുടെ സഹോദരങ്ങളെ ചെയ്യുന്നതിന് അർഹരാകാത്ത വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പ്രിയ സഹോദരനെ, ജ്ഞാനസ്നാനത്തിൽ നിന്നെ അണിയിച്ച വെള്ള വസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞു വരുന്നതിൻ്റെ ബാഹ്യ അടയാളമായിരുന്നു. മഹിമയേറിയ ഈ പദവി മലിനപ്പെടാതെ കാത്തുസൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹയാകുന്നു എന്ന ഇതിൻ്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ള വസ്ത്രം. പ്രിയ സഹോദരി, ഞാൻ സ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർത്തുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിൽ നിന്ന് പിതാവിന്റെ പക്കലേക്ക് കടന്നു പോകുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നു പോകൽ അഥവാ പെസഹ രഹസ്യം നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നതും എന്നതിന്റെ അടയാളമായിരിക്കട്ടെ മരണത്തിന്റെയും ഉയർവിന്റെയും ചിഹ്നമായ ഈ കുരിശുരൂപം. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിന്റെയും വിടച്ചൊല്ലിന്റെയും പ്രതീകമായി പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഈ സിസ്റ്ററിനെ അലങ്കരിക്കുമാറാകട്ടെ. കർത്താവിനെ കാരുണ്യം തൂകണേ, നിൻ മഹാകാരുണ്യമോർത്തു ദയാനിധേ. കർത്താവിനെ കാരുണ്യം തൂകണേ, നിൻ മഹാകാരുണ്യമോർത്തു ദയാനിധേ. എന്നെ മറ്റുള്ളതാ നിൻ കൃപാവാഴ്ത്തിനാൾ എന്റെ അപരാധങ്ങളൊക്കെ നീ. കർത്താവിനെ നീ കാരുണ്യം തൂകണേ, നിൻ മഹാകാരുണ്യമോർത്തു ദയാനിധേ. മാമകമാലിന്യമാകെ കഴുകി പാപക്കറ നീക്കി നിർമ്മലനാക്കണേ. കർത്താവിനിൽ നീ കാരുണ്യം തൂകണേ, നിൻ മഹാകാരുണ്യമോർത്തു ദയാനിധേ. എന്റെ അപരാധങ്ങൾ ഞാനറിയുന്നു, എൻ പാപമൊക്കെ
അങ്ങേക്കെതിരായി പാവങ്ങൾ ചെയ്തിവർ നിന്റെ മുമ്പിൽ ഞാൻ തിന്മകൾ ചെയ്തു കർത്താവേ നീ കാരുണ്യം തോന്നണേ നിൻ മഹാകാരുണ്യമോർത്തു ദയാനിധേ നീതിക്കു ചേർന്നതാണെന്നുമേ നിന്റെ നീതിമാൻ തന്നെ നീ എന്നെ ശിക്ഷിക്കുകയും കർത്താവേ നീ കാരുണ്യം തോന്നണേ എൻ മഹാകാരുണ്യമോർത്തു ദയാനിധേ കർത്താവേ നീ കാരുണ്യം തോന്നണേ നിൻ മഹാകാരുണ്യമോർത്തു സ്നേഹത്തിലും ലാളിത്യത്തിലും പ്രകാശിതയായി ജീവിച്ച് നീണ്ട 87 വർഷക്കാലം പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ശക്തിയും ദൃഢനിശ്ചയവും കൈമുതലാക്കി തന്റെ നിത്യനാഥന്റെ നിത്യസമ്മാനത്തിന് അർഹയായിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ എഡ്രിയ. മരണത്തിന് പോലും വായിക്കാൻ കഴിയാതെ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിൽ അടയാളം വീഴ്ത്തി കടന്നുപോയ മേരി എന്ന സിസ്റ്റർ എഡ്രിയ ഇടുക്കി ജില്ലയിൽ കോതമംഗലം രൂപതയിൽ കല്ലായിക്കൽ ഇടവകയിൽ അക്കപ്പടിക്കൽ കുടുംബത്തിൽ ജോസഫ് ഏലിക്കുട്ടി ദമ്പതികളുടെ 4 മക്കളിൽ മൂത്ത മകളായി 1938 സെപ്റ്റംബർ 24 ജനിച്ചു. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1959 ജനുവരി 6 അമലോത്ഭവ മാതാവിന്റെ മുസ്ലിം സഭയിൽ ചേർന്ന് 1961 നവംബർ 4 സിസ്റ്റർ നേഴ്സിംഗ് പഠനത്തിന് ശേഷം ഓപ്പറേഷൻ തിയേറ്റർ മാനേജ്മെന്റ് ബിരുദം നേടി സ്റ്റാഫ് നേഴ്സ്, ഓപ്പറേഷൻ തിയേറ്റർ ഇൻചാർജ് എന്നീ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചുകൊണ്ട് തന്റെ സുസ്ഥിര സേവനം കാഴ്ചവെച്ചു. സദാ കർമ്മനിരതിയായിരുന്ന സിസ്റ്റർ എഡ്രിയ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടും ആത്മാർത്ഥതയോടും പൂർണ്ണതയോടും കൂടി നിർവഹിച്ചു. സിസ്റ്ററിന്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ നേഴ്സുമാർക്കും നല്ല ട്രെയിനിങ് നൽകി അവരെ ആതുര ശുശ്രൂഷ മേഖലയിൽ അർപ്പണ മനോഭാവമുള്ള നേഴ്സുമാരായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നതിൽ സിസ്റ്റർ അതീവ താല്പര്യമായിരുന്നു. എത്ര തിരക്കേറിയ സാഹചര്യത്തിലും ദിവ്യബലിയിലും തന്റെ സഭാ സമൂഹത്തിലെ പ്രാർത്ഥനകളിലും ക്രമാനുഷ്ഠാനങ്ങളിലും സജീവ പങ്കാളിത്തം ഉറപ്പാക്കിയിരുന്ന സിസ്റ്റർ ആതുര സേവനത്തിന്റെ തിരക്കുകൾക്കിടയിലും അൽത്താരങ്ങളെയും കർട്ടനുകളും തന്റെ മനോഹരമായ കരമെടുത്തുകൊണ്ട് നിർമ്മിച്ച് പള്ളിയും കോൺവെന്റും ആകർഷകമാക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. ജീവന് തുല്യം സ്നേഹിച്ച തിരുസഭയ്ക്ക് വേണ്ടിയും അമലോത്ഭവ മാതാവിന്റെ മുസ്ലിം സഭയ്ക്ക് വേണ്ടിയും നിരന്തരം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സിസ്റ്റർ എഡ്രിയ ഞങ്ങൾക്ക് എന്നും ഒരു മാതൃകയും പ്രചോദനവുമാണ്. സെന്റ് മാർത്താസ് ഹോസ്പിറ്റൽ ബാംഗ്ലൂർ, മരിയംപൂർ ഹോസ്പിറ്റൽ, സുൽത്താൻപൂർ ഹോസ്പിറ്റൽ, സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ, നിർമ്മല ഹോസ്പിറ്റൽ കാലിക്കറ്റ്, ഉർസുല ഹോസ്പിറ്റൽ അമ്പലപ്പുഴ എന്നിവിടങ്ങളിൽ തന്റെ നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് രോഗികൾക്കും വേദനിക്കുന്നവർക്കും ഒരു സ്വാതന്ത്ര്യമായി തീർന്നു. വാർദ്ധക്യസഹജമായ അസ്വസ്ഥതകൾ മൂലം കഴിഞ്ഞ ഏതാനും വർഷമായി ബ്രിഡ്ജ്ടൗൺ കോൺവെന്റിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. രോഗാവസ്ഥ മൂർച്ഛിച്ചതിനെ തുടർന്നാണ് നിർമ്മല ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ എഡ്രിയ ഇന്നലെ രാവിലെ 7:10 ദിവ്യബലി അർപ്പണത്തിന് ശേഷം തന്റെ സഹസന്യാസിനിമാരുടെ പ്രാർത്ഥന നിർഭരമായ സാന്നിധ്യത്തിൽ ദൈവസന്നിധിയിലേക്ക് യാത്രയായി.
ഒത്തിരിയേറെ നന്മകളുടെയും സുഹൃത്തുക്കളുടെയും ഉടമയായ സിസ്റ്റർ ഏഡ്രിയൻ തന്റെ സഹപ്രവർത്തികളിലൂടെ മുസ്ലിം സന്യാസ സമൂഹത്തിനും വാരിത്തേറിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സ്വർഗപിതാവിന് നന്ദിയേകാം. നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട സിസ്റ്ററുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കാം. ഇന്നേ ദിനം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും, പ്രത്യേകിച്ച് റോസ്ലി ചേച്ചിയും ബന്ധുമിത്രാദികളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിൽ സമർപ്പിക്കാം. സിസ്റ്റർ എഡ്രിയാന്റെ യോഗത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് സിസ്റ്ററുടെ ആത്മശാന്തിക്കായി തിരുവരി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കോഴിക്കോട് രൂപതാചാര്യർ മോൺസിഞ്ഞോർ ജാക്സൺ പുത്തൻ വീട്ടിനോടും ഇടവകവികാരി റെനി അച്ഛനോടും സഹകാർമ്മികരായ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഒപ്പം നമുക്കും ഈ വരിയിൽ പങ്കുചേരാം. സിസ്റ്റർ എഡ്രിയാന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾക്ക്, കുറവുകൾക്ക് മാപ്പപേക്ഷിച്ച് ജീവന്റെയും മരണത്തിന്റെയും നാഥനായ യേശുനാഥന്റെ തൃക്കരങ്ങളിൽ സിസ്റ്ററുടെ ആത്മാവിനെ സമർപ്പിച്ച് ശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവരിയിലേക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗം നിങ്ങളോട് കൂടെ മരണം ഒരവസാനമല്ല, ദൈവത്തെ മുഖാമുഖം കാണുന്ന ജീവന്റെ തുടർച്ചയാണ് മരണം. സിസ്റ്റർ ഇന്ന് നമ്മിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയാകുമ്പോൾ ദൈവത്തെ മുഖാമുഖം കണ്ട് എന്നും ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാന്നിധ്യമായി നമ്മുടെ മുമ്പിലാവുകയാണ്. ഈ സമർപ്പിതയുടെ നല്ല ജീവിതത്തെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. ഈ ഭൂമിയിൽ ദൈവം ഈ സമർപ്പിതയിലൂടെ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് സിസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കർത്താവായ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥനയായ തിരുബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകണമേ എന്ന്, ഈ ആത്മാവിന്റെ എല്ലാ പാപക്കറകളും അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്കുള്ളത് തുറന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഈ അൽത്താരയിൽ സമർപ്പിക്കുന്നതോടൊപ്പം ഒരു നിമിഷം നമ്മുടെ തന്നെ പാപങ്ങളെ ഓർത്ത് അനുദമിച്ച് അവിടുത്തെ കാരുണ്യം നമുക്ക് യാചിക്കാം.
സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ പുത്രൻ മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്തുവെന്ന വിശ്വാസം ഞങ്ങളിതാ ഏറ്റുപറയുന്നു. ഈ പുത്രനിൽ നിദ്ര പ്രാപിച്ച അങ്ങേ ദാസ്യശ്രേഷ്ഠൻ ഈ ദിവ്യരഹസ്യത്താൽ അവിടുന്ന് വഴി ഉദ്ധാനം ചെയ്ത് ആനന്ദിക്കുവാൻ കരുണാപൂർവം അനുഗ്രഹിക്കാൻ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയ സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ വീടുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരുന്നവൻ പറഞ്ഞു, ഇതാ സകലതും ഞാൻ നവീകരിക്കുന്നു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദ്യവും അന്തവും. ദാഹിക്കുന്നവൻ ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന്റെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിന്റെ വചനം. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിന്റെ ജീവനും കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിന്റെ മാതൃകം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. കർത്താവേ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരം നൽകണമേ. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. എന്റെ സഹായനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എന്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരുതേ. എന്നെ
കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. അനന്തരം രാജാവ് തന്റെ വലഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവേൻ. നിങ്ങളോടുകൂടെ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു ബഥാനിയയിലെത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്താദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തയെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്ക് അറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കോഴിക്കോട് അതിരൂപതയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ടോണി ഗ്രേഷ്യസ്, നമ്മുടെ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട റെനി ഫ്രാൻസിസ് റോഡ്രിഗ്സ്, സഹകാർമ്മികരായിരിക്കുന്ന ശ്രേഷ്ഠ വൈദികരെ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ വിനയ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സിസ്റ്ററിന്റെ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമ്മെ എല്ലാവരെയും സ്നേഹിച്ച് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹമായ ക്രിസ്തു എന്ന മണവാളന്റെ അടുക്കിലേക്ക് യാത്രയായ സിസ്റ്ററിന്റെ വേർപാടിൽ വേദനിക്കുന്ന മുസ്ലിം സഭാ സമൂഹത്തിലെ എല്ലാവർക്കും, സിസ്റ്ററിന്റെ കുടുംബത്തിലെ എല്ലാവർക്കും അഭിനന്ദി വർഗീസ് പിതാവിൻ്റെയും അതിരൂപത മുഴുവൻ്റെയും പേരിലുള്ള അനുശോചനം അറിയിക്കുകയാണ്. മരണത്തെ നേരിൽ കണ്ട നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കൂടുതൽ എവിടെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അതിലൊരു പേര്
നിസ്സംശയം പറയാൻ പറ്റും ഓപ്പറേഷൻ തിയേറ്ററാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയാൽ നമുക്കൊരു ചിന്ത വരാം, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ ഡോക്ടേഴ്സ് ആയിക്കൊള്ളട്ടെ, നഴ്സസ് ആയിക്കൊള്ളട്ടെ, അവരുടെ ഓരോ ചലനവും ദൈവമേ അങ്ങ് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ കയറുക. നമ്മുടെ മുന്നിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ സഹായിക്കുന്നവരെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം മാലാഖമാരെ പോലെയാണ്, ദൈവദൂതരെ പോലെയാണ്, ദൈവത്തിന്റെ പ്രതിനിധികളായിട്ടാണ് നമ്മൾ കാണുക. കഴിഞ്ഞ തന്റെ ജീവിതകാലം മുഴുവനും ഭൂരിഭാഗ സമയവും ഓപ്പറേഷൻ തിയേറ്ററിൽ കർത്താവിന്റെ മാലാഖയെ പോലെ അനേകായിരങ്ങൾക്ക് ആശ്വാസമായി, കർത്താവിന്റെ ദൂതനെ പോലെ അനേകായിരങ്ങൾക്ക് തുണയായി മാറിയ ഒരു സാന്നിധ്യമാണ് സിസ്റ്റർ എഡ്രിയൻ. സിസ്റ്റർ വേർപാടിൽ അനുശോചനം അറിയിച്ചെഴുതപ്പെട്ട സന്ദേശങ്ങളിൽ ഒരു സന്ദേശം ഞാൻ ഇപ്രകാരം കണ്ടു. സഹപ്രവർത്തകയായി കൂടെ സേവനം ചെയ്ത ഒരു വ്യക്തി എഴുതിയ സന്ദേശം. സിസ്റ്റർ എഡ്രിയൻ ഒരു അത്ഭുതമാണ് എന്ന്. എങ്ങനെയാണ് ഒരു അത്ഭുതമാകാതിരിക്കുക? ഓപ്പറേഷൻ തിയേറ്ററിൽ താൻ അറിയിച്ച തന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല ഒരു അത്ഭുതം എന്ന വിശേഷണം സിസ്റ്ററിന് നൽകപ്പെട്ടത്. സിസ്റ്ററുടെ ജീവിതത്തെ കുറിച്ച് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള എല്ലാവരും ഒന്നടങ്കം ഒരു പക്ഷെ പറയും, സിസ്റ്റർ എന്നും ഒരു വിസ്മയമായിരുന്നു എന്ന്. പ്രാർത്ഥിക്കുവാൻ അനേകം മണിക്കൂറുകൾ ഓരോ ദിവസം മാറ്റിവെച്ച ഒരു സിസ്റ്റർ, പ്രാർത്ഥനകളിൽ കുരിശിന്റെ വഴിയെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു സിസ്റ്റർ, എപ്പോഴും കുരിശിന്റെ വഴി ചെല്ലാനായിട്ട് പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്ന സിസ്റ്റർ എഡ്രിയൻ. പൗലോസ്ലീഹായുടെ ആ വാക്കുകൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ, ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി, ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി, ജീവിച്ചാലും മരിച്ചാലും അത് കർത്താവിന് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുവാനുള്ള വിളിയാണ് ഓരോ മരണവും നമ്മെ ഓർമ്മപ്പെടുത്തുക. ഓർക്കുക, വിശുദ്ധ ക്ലാര പുണ്യവതി തന്റെ അന്ത്യസമയത്ത് ആത്മാവിനോട് താൻ തന്നെ പറഞ്ഞത് ഇപ്രകാരമാണ്: Go forth, go forth, you have followed the right path. നീ ധൈര്യമായി മുന്നോട്ട് പോവുക, നീ നയിച്ചത് ഏറ്റവും സത്യമുള്ള പാത തന്നെയാണ്. ഇന്ന് സ്വർഗ്ഗത്തിലേക്ക് യാത്രയാകുമ്പോൾ നമുക്ക് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. സിസ്റ്റർ നമുക്ക് കാണിച്ചു തന്ന ജീവിത മാതൃക അനുകരിച്ചുകൊണ്ട് തന്നെ പ്രത്യാശയോടുകൂടി ജീവിതത്തെ നമുക്ക് നോക്കിക്കാണാം. സ്വർഗം എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് പ്രത്യാശയുടെ മക്കളായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സിസ്റ്ററിനെ ഓർക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നമുക്ക് വീണ്ടും വെല്ലുവിടാം. സിസ്റ്ററിനെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം. സിസ്റ്ററിന്റെ കുടുംബാംഗങ്ങളെ വേണ്ടിയും ഇന്ന് മുതൽ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള വലിയ പ്രത്യാശയെ നമുക്ക് തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തന്റെ പുത്രനായ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സർവശക്തനായ ദൈവത്തോട് ജീവിച്ചിരിക്കുന്നവരുടെയും മരണമടഞ്ഞവരുടെയും രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വിശ്വാസപൂർവ്വം വിളിച്ചപേക്ഷിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയെയും അതിരൂപത അധ്യക്ഷൻ അഭിമന്യ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പൊലീത്തയെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും പ്രത്യേകമായി ഇന്നേ ദിനം സിസ്റ്റർ എഡ്രിയാന്റെ ആത്മശാന്തിക്കായി ഈ പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജൻസൺ പുത്തൻവീട്ടിൽ അച്ഛനെയും ഞങ്ങളുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട റെനി അച്ഛനെയും സഹകാർമ്മികരെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുദിനം വിശ്വാസത്തിലും സ്നേഹത്തിലും ശക്തിപ്പെട്ട് നിത്യജീവന്റെ സന്ദേശത്തിന് ധൈര്യത്തോടെ സാക്ഷ്യം വഹിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിന്റെ പ്രത്യാശയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന നല്ല തമ്പുരാനെ, അങ്ങേ രക്ഷയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ വെച്ച് നിത്യസമാനത്തിനായി വിളിക്കപ്പെട്ട സിസ്റ്റർ എഡ്രിയാനെ അങ്ങേ മഹത്വത്തിൽ സ്വീകരിക്കണമേ. എല്ലാ പാപങ്ങളും കുറവുകളും ക്ഷമിച്ച്
സിസ്റ്ററിനെ നിത്യപ്രകാശത്തിന് യോഗ്യയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, സിസ്റ്റർ എട്രിയാനെ തിരുസഭയ്ക്കും ഉർസ്ലൈൻ സന്യാസ സഭയ്ക്കും സമ്മാനിച്ച പ്രിയപ്പെട്ട പരേതരായ മാതാപിതാക്കൾക്ക് നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. സിസ്റ്ററിന്റെ സഹോദരിമാർക്കും കുടുംബാംഗങ്ങൾക്കും ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും നൽകി അനുഗ്രഹിക്കുകയും അങ്ങയുടെ സമാധാനം അനുഭവിക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ മാതൃരാജ്യത്തെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഭരണാധികാരികൾക്ക് ജ്ഞാനവും നീതിയും ജനങ്ങൾക്ക് സമാധാനവും ഐക്യവും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായകനായ ദൈവമേ, പരിമിത രോഗങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ഭവനത്തിലും ആതുരാലയത്തിലുമായി കഴിയുന്നവരെയും അങ്ങേ കരുണയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. തങ്ങളുടെ വേദനകളിലും ക്ലേശങ്ങളിലും അങ്ങയുടെ കാരുണ്യത്തിന് മുഖം ദർശിക്കുവാനും ശാരീരികവും മാനസികവുമായ സൗഖ്യം അനുഭവിക്കുവാനും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹദാതാവായ ദൈവമേ, ഈ വിശുദ്ധ ബലിയർപ്പണത്തിൽ വിശ്വാസത്തോടെ ഒന്നിച്ചുകൂടിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങേ വചനം ശക്തിയും ആശ്വാസമായി അനുഭവിച്ച് നിത്യജീവിതം മുന്നിൽ കണ്ട് ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന അങ്ങേ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും അങ്ങേ പരിത്രാണത്തിൽ പങ്കാളികളായി തീരുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവേ, അങ്ങേ ദാസൻ
രക്ഷയ്ക്കായി അംഗീകാരുണ്യം യാചിച്ചുകൊണ്ട് അങ്ങേക്ക് കാഴ്ചദ്രവ്യങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ സ്നേഹാഗ്രനായ രക്ഷകനാണ്. നിസ്സംശയം ഏറ്റുപറഞ്ഞ ഈ സമർപ്പണം കാരുണ്യവാനായ വിധികർത്താവായി അവിടുത്തെ ദർശിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നമ്മെ പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവൻ എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യം രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിന്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും മരിച്ചവരുടെ ഉദ്ധാനവുമാകുന്നു. മാലാഖവൃന്ദങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ നിത്യാനന്ദത്തിൽ ആറാടി ആരാധിക്കുന്നു. അവരുടെ കാലത്തോട് ഞങ്ങൾ ഈ സ്വരം ചേരുവ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുദ്ധ രക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത.
ഞങ്ങളുടെ സഭയ്ക്ക് സിസ്റ്ററിനെ ദാനമായി തന്ന സിസ്റ്ററിന്റെ പരേതരായ മാതാപിതാക്കളെയും സ്നേഹം നൽകിയ സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുകയും അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സ്നേഹബലിയെ സ്വർഗീയ അനുഭവമാക്കാൻ സഹായിച്ച ഗായക സംഘത്തിനും ഇന്നത്തെ ചടങ്ങുകൾ തത്സമയ സംപ്രേഷണ സഹോദരങ്ങൾക്കും ഫോട്ടോഗ്രാഫർക്കും പ്രത്യേകം നന്ദി. ഈ ലോക ജീവിതത്തിന് ശേഷം നീതിയുടെ കിരീടത്തിനായി യാത്രയായ സിസ്റ്റർ എഡ്രിയൻ ഒരുപാട് ഓർമ്മകളും മാതൃകളും നമുക്കായി കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സിസ്റ്ററിന് നിത്യസമ്മാനം പ്രദാനം ചെയ്യണമേ എന്ന്. അങ്ങേപുത്രന്റെ ശരീരത്തിന്റെ കൂടാശി തിരുപാധേയമായി ഞങ്ങൾക്ക് നൽകി അങ്ങനെ ഇതുവഴി ഞങ്ങളുടെ സഹോദരി സിസ്റ്റർ ക്രിസ്തുവിന്റെ നിത്യമായ മേശയിലേക്ക് എത്തിച്ചേരുവാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. അന്തിമോപചാര കർമ്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവം അനന്ത മഹിമയോട് ഉയർപ്പിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തരുളട്ടെ. അവിടെ ഇയാൾ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൊറുതിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ഈ സമർപ്പിതയെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രക്ഷിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഈ സഹോദരിയുടെ ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഇയാളും
അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിന്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധരുമായുള്ള സംസർഗത്തിന്റെയും അടയാളമായി ഈ ദാസിയിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസിക്ക് സ്വർഗ കവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസ വചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളും ഒരിക്കൽ സ്വർഗത്ത് എത്തിച്ചേർന്ന് വീണ്ടും ഈ സിസ്റ്ററിനെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. നിത്യമായിലും നിന്നെ നയിക്കട്ടെ നിത്യമായിലും ജെറുസലേമിൽ.
സമർപ്പിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരേതരുടെ ശരീരങ്ങൾ ഉള്ളടക്കം ചെയ്യുന്ന കുഴിമാടങ്ങൾ ഉയർപ്പിന്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. പിതാവായി ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാൻ ഈ സിസ്റ്ററിനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. എളിയവരായ നമ്മുടെയും ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കണമെന്നും തന്റെ തേജോന്മുഖമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തണമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിന്റെ തൃക്കരങ്ങളിൽ സിസ്റ്റർ എഡ്രിനെ നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് അവിടുന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം സിസ്റ്റർ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്ന് അരുൾ ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ സിസ്റ്ററിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവകുടീരത്തിങ്കൽ കണ്ണീർ പൊഴിച്ച കർത്താവെ, ദുഃഖാർത്തരായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ സഹോദരിക്ക് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്താപിച്ച് കണ്ണിന് പ്രതീക്ഷ വാഗ്ദാനം ചെയ്ത കർത്താവെ, സിസ്റ്റർ എഡ്രിനെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് സ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിക്കുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരിയെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവള്ളം നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത കാണിച്ച് ദാസി ചെയ്തു പോയ തെറ്റുകൾ ദയാപൂർവം ക്ഷമിക്കണമേ. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഈ സഹോദരാത്മാവ് മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോ, എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. അന്ധകാരപൂർണമായ രാത്രിയാണു പോ, ഞാൻ കടന്നു പോന്ന കാലമോർക്കുമെങ്കിലോ ഞാൻ മതി എനിക്കു തന്നെ എന്ന ചിന്തയാ. നിന്റെ രക്ഷണീയ പാത തേടിടാതെ ഞാൻ എന്റെ മാർഗം എന്റെ ഇഷ്ടമെന്ന പോലെയാ. നിന്റെ രക്ഷണീയ പാത തേടിടാതെ ഞാൻ നീ നയിക്കുക സാദരം വിഭോ. നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക. വാസുരാപ ചേർന്നിടുന്ന പൊന്നുഷസിനായി വീരിലേശമേശിടാത്ത നാളെ നോക്കി ഞാൻ. എന്നിൽ മാത്രം ആശ വെച്ചു ഞാൻ കടന്നു പോ. നിൻ
നിൻ മനസ്സിലോർത്തിടാതെ നീ നയിക്കണേ. എന്നിൽ മാത്രം ആശ വെച്ചു ഞാൻ കടന്നു പോം. നിൻ മനസ്സിലോർത്തിടാതെ നീ നയിക്കണേ. നീ നയിക്കുക സാദരത്തിൽ പോ. നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നീ നയിക്കുക